ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين. ഏറ്റവും സ്നേഹമുള്ള വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് ആദ്യമായി എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകൾ നരകത്തിലേക്കും കൊണ്ടുപോകുമ്പോൾ വിശാലമായ സ്വർഗലോകത്തേക്ക് ആനയിക്കപ്പെടുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും നമ്മുടെ മാതാപിതാക്കളെയും നാം ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു നാമമാണ് അർ റസാഖ് എന്നുള്ളത്. അഥവാ ധാരാളമായി നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വന്തത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നല്ലാഹ ഹുവർ റസാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. നിശ്ചയമായും അല്ലാഹു അവൻ റസാഖാണ്, ധാരാളമായി മനുഷ്യനാവശ്യമായ എല്ലാം
നൽകുന്നവനാണ് എന്നാണ്. കേവലം ഭക്ഷണം മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. റിസ്ക്, റസാഖ് എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ എന്തൊക്കെയുണ്ടോ, അതവൻ്റെ ഭക്ഷണമാണെങ്കിലും പാനീയമാണെങ്കിലും വസ്ത്രമാണെങ്കിലും അവൻ്റെ സന്തോഷം പകരുന്ന അവൻ്റെ ഇണകളാണെങ്കിലും മക്കളാണെങ്കിലും അവൻ്റെ വിദ്യാഭ്യാസം, അറിവ്, വിജ്ഞാനം തുടങ്ങി മനുഷ്യന് നിഅമത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ നൽകിയിട്ടുണ്ടോ അതെല്ലാം ധാരാളമായി നൽകുന്നവൻ എന്നാണ് അർ റസാഖ് എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവല്ലോ, വ ഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ല എന്നാണ്. അതിന് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ മനുഷ്യന് ചെയ്തു നൽകിയിട്ടുണ്ട്. ഈ ലോകം ആരംഭിച്ചത് മുതൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അന്ന് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് ഉപജീവനം നൽകാൻ തുടങ്ങിയതാണ്. ഇതുവരെ അത് നിന്നുപോയിട്ടില്ല. അവൻ്റെ ഖജനാവിൽ നിന്ന് അതിനൊരു കമ്മിയും വന്നിട്ടില്ല. അത്രയും വിശാലമായ ഖജനാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട് എന്നതാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങളുടെ അടുക്കലുള്ളത് അത് തീർന്നു പോകാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ അല്ലാഹുവിൻ്റെ പക്കലുള്ളത് അത് എന്നും അവശേഷിക്കുന്നതാണ്, ബാക്കിയാകുന്നതാണ്. ലഹു ഖസാഇനുസ് സമാവാതി വൽ അർദ് വലില്ലാഹി മഖാലിദുസ് സമാവാതി വൽ അർദ് എന്നിങ്ങനെ ഒരുപാട് ഈ ആശയം വരുന്ന ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യമീനുല്ലാഹി മൽആ. അല്ലാഹുവിൻ്റെ കരം അതിങ്ങനെ നിറഞ്ഞു കിടപ്പാണ്. നിങ്ങൾക്ക് എത്ര തന്നെ നൽകിയാലും അതിൽ നിന്നൊരു കമ്മിയും വരുന്നതല്ല. അത്രയും വിശാലമായ ഖജനാവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉള്ളത് എന്നതാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ഉപജീവനം, റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ സൂറത്തുൽ ഹൂദിലെ 6-ാമത്തെ ആയത്ത്, ഞാൻ ആമുഖമായി ഓതി വച്ച വചനം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ. ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഉപജീവനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കാതിരുന്നിട്ടില്ല. എല്ലാ ജീവജാലങ്ങളുടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഉപജീവനം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ. അവരുടെ വാസസ്ഥലം അല്ലാഹുവിനറിയാം. അതിൻ്റെ നീക്കിയിരുപ്പ്, അതിൻ്റെ സൂക്ഷിപ്പ് സ്ഥലം പോലും അല്ലാഹുവിനറിയാം. കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ. എല്ലാം വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ അല്ലാഹു രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. കടലിലും കരയിലുമായി എത്ര എണ്ണിയാലൊടുങ്ങാത്ത ജീവജാലങ്ങളുണ്ട്. എല്ലാം കിട്ടിയെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ എത്ര ജീവജാലങ്ങളുണ്ട് എന്ന് എണ്ണി നോക്കാൻ അവനെ കൊണ്ട് സാധ്യമല്ല. കരയിലുള്ളത് പോലും സാധ്യമല്ല, പിന്നെയല്ലേ കടലിലുള്ളത്. എത്രയെത്ര മത്സ്യങ്ങൾ അതിൽ നീന്തി തുടിക്കുന്നുണ്ട്, എത്രയെത്ര മത്സ്യങ്ങളാണ് അതിലുള്ളത്. കരയിൽ എത്ര ജന്തുക്കളുണ്ട്, ജീവജാലങ്ങളുണ്ട്. അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ സൃഷ്ടിപ്പ് മുതൽ കൊടുക്കാൻ തുടങ്ങിയതാണ്, പക്ഷേ തീർന്നു പോയിട്ടില്ലെന്നാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ റിസ്ഖും ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുള്ള വിഷയമാണ്. പക്ഷേ അല്ലാഹു മനുഷ്യന് ഉപജീവനം നൽകുമ്പോൾ ചില ഏറ്റവ്യത്യാസങ്ങളുണ്ടാകും. ചില ആളുകൾക്ക് അല്ലാഹു അധികമായി നൽകും, ചില ആളുകൾക്കൊന്ന് കുടുസായിട്ടേ നൽകുകയുള്ളൂ. അത് അല്ലാഹുവിൻ്റെ ഹിക്മത്താണ്. അത് നമ്മൾ ചോദ്യം ചെയ്യാവതല്ല. എന്തേ എന്നെ പോലെയല്ലേ അവനും, എന്താ അവന് മാത്രം ഇത്ര അധികം എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അത് അല്ലാഹുവിൻ്റെ ഹിക്മത്താണ്. ചില ഏറ്റവ്യത്യാസങ്ങൾ മനുഷ്യന് അല്ലാഹു ഒരു പരീക്ഷണത്തിന് വേണ്ടി നൽകിയതാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. ചിലർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് വിശാലമായി നൽകും. വയഖ്ദിർ, ചില ആളുകൾക്ക് കുടുസായി നൽകും, ചില ആളുകൾക്ക് ദാരിദ്ര്യം നൽകും. ചിലർക്ക് അല്ലാഹു
സാമ്പത്തികമായ കഴിവ് നൽകും. അത് അള്ളാഹുവിൻ്റെ ഹിക്മത്താണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് വിധിച്ചതൊന്നും എവിടേക്കും പോകില്ല. ഈ ദുനിയാവിൽ നമുക്ക് വിധിച്ച ഒരു റിസ്ക്കുണ്ട്, ഉപജീവനമുണ്ട്. അതിൽ അവസാനത്തെ വറ്റും തിന്നിട്ടേ ഈ ലോകത്തിന് നമ്മൾ വിട പറഞ്ഞു പോവുകയുള്ളൂ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് വിശ്വാസികളായ ആളുകൾക്കൊക്കെ മനസ്സിന് വല്ലാത്ത സമാധാനവും ഐശ്വര്യവും നൽകുന്നൊരു വചനമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നോക്കൂ നിങ്ങൾ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ കാനത്തിൽ ആഖിറതു ഹമ്മഹു. നല്ല ശ്രദ്ധിക്കണം നമ്മൾ. മൻ കാനത്തിൽ ആഖിറതു ഹമ്മഹു, ഒരാളുടെ ലക്ഷ്യം, അയാൾ ജീവിക്കുന്നതേ പരലോകത്തിന് വേണ്ടിയാണെങ്കിൽ അയാളുടെ ജീവിതം അയാൾ മാറ്റിവെച്ചെന്തിനാ? പരലോകത്തിന് വേണ്ടിയാ. മരണാനന്തര ജീവിതത്തിൽ എനിക്ക് ഉപയോഗപ്പെടണം എന്നുള്ള നിലക്കാണ് ദുന്യവിയായ ജീവിതം മുഴുവൻ. അയാളുടെ ലക്ഷ്യമേ മരണാനന്തര ജീവിതമാണെങ്കിൽ ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിൽ അല്ലാഹു ഒരു ഐശ്വര്യം നൽകുന്നതാണ്, ഒരു സമാധാനം നൽകുന്നതാണ്. അവൻ്റെ ഹൃദയത്തിൽ അല്ലാഹു ഒരു ധന്യത നൽകുന്നതാണെന്ന് മാത്രമാണോ? വജമഅ ലഹു ശംലഹു, ദുനിയാവിൽ അവൻ്റെ കാര്യങ്ങൾ മുഴുവനും അതാ അല്ലാഹു അവന് വേണ്ടി ഏകീകരിക്കുന്നതാണ്, അവന് വേണ്ടി ഒരുമിച്ച് കൂട്ടിക്കൊടുക്കുന്നതാണ്. ദുനിയാവിലെ എല്ലാ സാഹചര്യങ്ങളും അവന് അനുകൂലമാകുന്നതാണ്. മാത്രവുമല്ല വഅതതുഹു ദുനിയാ വഹിയ റാഗിമ, ഈ ദുനിയാവ് പോലും അവന് കീഴൊതുങ്ങുന്നതാണ്. എന്ന് പറഞ്ഞാൽ, റാഗിമ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അവൻ വേണ്ട എന്ന് വെച്ച കാര്യം പോലും അവനിലേക്ക് വരും. ഒരാളുടെ ലക്ഷ്യം പരലോകമായാൽ മുഴുവൻ ചിന്ത മുഴുവൻ പരലോകമാണ്, അള്ളാഹിനെ കുറിച്ചുള്ള പേടിയാണ്, സൂക്ഷ്മതയാണ് എങ്കിൽ ദുനിയാവ് അള്ളാഹു അവനിലേക്ക് കൊടുന്നു കൊടുക്കും. അവൻ ഈ ദുനിയാവ് വേണ്ടാന്ന് വിചാരിച്ചു നിൽക്കുക, എന്നാലും അള്ളാഹു അവന് വേണ്ടി അത് ഒരുമിച്ച് കൂട്ടും, അവരിലേക്ക് അത് ചുരുങ്ങി വരും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണ്. ഇതിൽ നമുക്ക് വിശ്വാസമുണ്ടോ സുഹൃത്തുക്കളെ? ഈ ദുനിയാവിലെ ഉപജീവനം നമുക്ക് പേടിക്കാനുള്ള കാര്യമേ അല്ല. അള്ളാഹിനെ പേടിച്ച് നമ്മുടെ ലക്ഷ്യം പരലോകമായാൽ ഉപജീവനം അള്ളാഹു ഇങ്ങോട്ട് കൊടുന്നു തരും എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ കാനത്തി ദുനിയാ ഹമ്മഹു, ഒരാളുടെ ലക്ഷ്യം നോക്കൂ നിങ്ങൾ, ദുനിയാവായി തീർന്നാലോ, അയാൾ ജീവിക്കുന്നതേ ദുനിയാവിന് വേണ്ടിയാണ്. രാവിലെ എണീറ്റത് മുതൽ രാത്രി കിടക്കുന്നത് വരെ അയാളുടെ ചിന്ത ദുനിയാവാണ്, ജോലിയാണ്, മറ്റു കാര്യങ്ങളാണ്. എങ്കിൽ ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, അവൻ്റെ രണ്ട് കണ്ണുകൾക്ക് മുമ്പിൽ അള്ളാഹു ദാരിദ്ര്യത്തെ ഇട്ട് കൊടുക്കുന്നതാണ്. വഫറഖ അലൈഹി ശംലഹു, അവൻ്റെ കാര്യങ്ങൾ മുഴുവൻ വിഭിന്നമായി പോകും. അവൻ ഓടുന്നത് മുഴുവൻ ദുനിയാവിന് വേണ്ടിയായിരിക്കും. എന്നാൽ ദുനിയാവേറ്റ് അവന് കിട്ടുമോ? അതുമില്ല എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ കാര്യങ്ങൾ മുഴുവൻ വിഭിന്നമാക്കും, എല്ലാം പ്രതികൂലമാക്കി മാറ്റിക്കൊടുക്കും. വലം യഅതിഹി മിനദ്ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹ്, അള്ളാഹു അവന് എന്താണ് എഴുതി വെച്ചത് അതേ ദുനിയാവിൽ കിട്ടുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, ദുനിയാവിന് വേണ്ടി കുറേ ഓടി വിചാരിച്ച് കുറേ കിട്ടുമോ സുഹൃത്തുക്കളെ? ഇല്ല. അള്ളാഹു നമുക്ക് ഈ ദുനിയാവിൽ എഴുതി വെച്ച ഒരു റിസ്ക് ഉണ്ട്, അതേ നമുക്ക് നേടാൻ പറ്റുള്ളൂ എന്നാ. എന്നാൽ ഒരാളുടെ ലക്ഷ്യം ആഖിറമായാലോ, ആഖിറമായി കഴിഞ്ഞാൽ ദുനിയാവ് അല്ലാഹു ഇങ്ങോട്ട് നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇത് വിശ്വാസികൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു വചനമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കരുത്, എന്ത് എൻ്റെ റിസ്കൊക്കെ അല്ലാഹു ഏറ്റെടുത്തതാണല്ലോ, എല്ലാം എഴുതി വെച്ചതാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇനി പണിക്കും പോകണില്ല, അധ്വാനിക്കണില്ല, ജോലിക്ക് പോകണില്ല എന്ന് വെച്ച് മാറിയിരിക്കാൻ പാടുണ്ടോ? ഒരിക്കലുമല്ല. നമ്മൾ അധ്വാനിക്കണം, പണിയെടുക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം അതാണുള്ളത്. നമ്മൾ ദുനിയാവിന് വേണ്ടി ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും അതിൽ നല്ല ഒരു നിയ്യത്തുണ്ടെങ്കിൽ, നല്ല ഒരു ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, അതും ഇബാദത്തായി നാളെ പരലോകത്ത് പൊന്നാക്കി മാറ്റാൻ കഴിയുന്ന, തുലാസിൽ ഘനം തൂങ്ങുന്ന അമലുകളാക്കി അല്ലാഹു നമുക്ക് മാറ്റിത്തരും. എപ്പോൾ? നല്ലൊരു നിയ്യത്ത് വേണം. നമ്മൾ ദുനിയാവിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത് എങ്കിൽ പോലും നല്ല ഒരു നിയ്യത്ത് നമുക്കുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ ജോലിയെപ്പോലും അള്ളാഹിൻ്റെ മാർഗത്തിലുള്ളൊരു ഇബാദത്താക്കി നമുക്ക് മാറ്റാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബികൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ സമയത്ത് അതാ ഒരു മനുഷ്യൻ, ഒരു യുവാവായ അരോഗദൃഢഗാത്രനായ ഒരു യുവാവ് അതിലൂടെ കടന്നു വന്നു. ആ സമയത്ത് സഹാബികളൊക്കെ പറഞ്ഞു, ലൗ അന്ന ഹാദ ശാബ
ജഅല ശബാബഹു വനശാതഹു വഖുവതഹു ഫീ സബീലില്ലാഹ്. എത്ര ആരോഗ്യമുള്ള മനുഷ്യനല്ലേ അദ്ദേഹത്തിൻ്റെ ഈ ചുറുചുറുക്കും അദ്ദേഹത്തിൻ്റെ ഈ യൗവനവും അദ്ദേഹത്തിൻ്റെ ഈ ഉന്മേഷവുമൊക്കെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചില സഹാബികൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സഅ അലാ വാലിദൈഹി ഫഫീ സബീലില്ലാഹ്. തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ആരെങ്കിലും അധ്വാനിച്ചാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോകുന്നതിൻ്റെ ലക്ഷ്യം നിയ്യത്ത് എൻ്റെ ഉമ്മയും ഉപ്പയും പട്ടിണി കിടക്കാൻ പാടില്ല, അവരെ ഞാൻ പോറ്റും എന്നുള്ള നിൽക്കാണോ എങ്കിൽ സഹോദരന്മാരെ, ഏത് ജോലിയാകട്ടെ, ബിസിനസ്സാകട്ടെ, കച്ചവടമാകട്ടെ, അത് ഫീ സബീലില്ല, അള്ളാഹിൻ്റെ മാർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വമൻ സഅ അലാ ഇയാലിഹി ഫഫീ സബീലില്ലാഹ്. ഒരാൾ അധ്വാനിക്കുന്നത് തൻ്റെ കുടുംബത്തിന് വേണ്ടിയാണെങ്കിലോ, എൻ്റെ ഉപ്പ പട്ടിണി കിടക്കാൻ പാടില്ല, എൻ്റെ ഉമ്മ വിശന്ന് കരയാൻ പാടില്ല, എന്നെ ആശ്രയിച്ച് കഴിയുന്ന എൻ്റെ ഇണയുണ്ടല്ലോ, എൻ്റെ മക്കൾ, സന്താനങ്ങൾ, അവരാരും പട്ടിണി കിടക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരാൾ രാവിലെ എണീറ്റുകൊണ്ട് അധ്വാനിച്ചാൽ ഫഫീ സബീലില്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. കഴിഞ്ഞില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ സഅ അലാ നഫ്സിഹി ലിയുഇഫഹാ ഫഫീ സബീലില്ലാഹ്. ഒരാൾ അധ്വാനിക്കുന്നത് ഞാൻ ഒരാളുടെ മുമ്പിൽ യാചിക്കില്ലെന്ന് തീരുമാനിച്ചുകൊണ്ടാണ്. ഞാൻ ഒരാളെടുത്തും പോയി കൈ നീട്ടൂല, ഒരാളെടുത്ത് പോയി ഞാൻ യാചിക്കൂല എന്ന് തീരുമാനിച്ച് ഒരാൾ അധ്വാനിക്കാൻ പോയാലോ സഹോദരന്മാരെ, അതുപോലും അള്ളാഹിൻ്റെ മാർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നത് ഏത് മേഖലയിലുള്ള ആളുകളാകട്ടെ, കച്ചവടമാകട്ടെ, ബിസിനസ് ആകട്ടെ, മറ്റ് ടീച്ചർമാരാകട്ടെ, എൻജിനീയർമാരാകട്ടെ, എന്ത് ജോലിയാകട്ടെ, ലക്ഷ്യം ഞാൻ ഒരാളുടെ മുമ്പിലും യാചിക്കില്ല, എൻ്റെ കുടുംബത്തെ ഞാൻ നോക്കും, എൻ്റെ മാതാപിതാക്കളെ ഞാൻ സംരക്ഷിക്കും എന്ന നിയ്യത്താണെങ്കിൽ അത് അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ്, ഇബാദത്താണ്, കൂലി കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇപ്പോൾ സഹോദരന്മാർ, ഈ ഒരു നിയ്യത്തുണ്ടെങ്കിൽ നമ്മളെ മുഴുവൻ സമയമുള്ള നമ്മുടെ ജോലി സമയം മുഴുവൻ ഒരു ഇബാദത്താണ് എന്ന ഒരു ഉദ്ദേശം, നല്ല ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം എന്നർത്ഥം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാം, പെട്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഒരു വഹി നൽകുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിക്കുന്നു, ഹാദാ റസൂലു റബ്ബിൽ ആലമീന ജിബ്രീൽ. ഇപ്പോൾ വന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അള്ളാഹിൻ്റെ ദൂതനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. നഫസ ഫീ റൗഇ. അദ്ദേഹം എനിക്കൊരു റൂഹ് നൽകിയിട്ടാ, ഒരു ഉത്ബോധനം നൽകിയിട്ടാ പോയത്, ഒരു വഹി, എനിക്കൊരു ദിവ്യബോധനം നൽകിയിട്ടാ പോയത്. അതെന്താണ് ആ ദിവ്യബോധനം? എന്താണ് ആ ഹദീസ്? എന്താണെന്നറിയോ? അന്നഹു ലാ തമൂതു നഫ്സുൻ ഹത്താ തസ്തക്മില റിസ്ഖഹാ. ഒരാളും ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോവുകയില്ല, അള്ളാഹു അവന് എഴുതി വെച്ച ഒരു റിസ്ക് എത്രയാണ് അത് പൂർത്തിയാക്കാതെ. നോക്കൂ നിങ്ങൾ, അപ്പോൾ എല്ലാവർക്കും അള്ളാഹു ഒരു ഉപജീവനം ഈ ലോകത്തെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര ശ്രമിച്ചാലും അതേ കിട്ടുള്ളൂ സഹോദരന്മാരെ. അതുകൊണ്ട് ഉള്ള സമയം അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കാൻ സാധിക്കണം. ആ റിസ്ക് പൂർത്തിയാകാതെ ഒരാളും ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോകുന്നതല്ല. ചിലപ്പോൾ ആ റിസ്ക് കിട്ടാൻ ചില പ്രയാസങ്ങൾ, ചില താമസം ഉണ്ടായി എന്ന് വരും. എന്താണ്? ചില താമസം നമ്മൾ വിചാരിച്ച സമയത്ത് വിചാരിച്ചതുപോലെ കിട്ടുകയില്ല, ചില താമസങ്ങൾ ഉണ്ടായെന്ന് വരാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅജ്മിലൂ ഫിത്തലബി. റിസ്ക് തേടുമ്പോൾ നല്ല ഭംഗിയായി തേടണം. എന്ന് പറഞ്ഞാൽ എന്താ? ഹലാലായ മാർഗത്തിലൂടെ തേടാൻ പാടുള്ളൂ. ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഹലാലായ മാർഗത്തിലൂടെ മാത്രം സമ്പാദിക്കുമ്പോൾ സഹോദരന്മാർ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ചില താമസമൊക്കെ ഉണ്ടായി എന്ന് വരും. പക്ഷേ ആ താമസമുണ്ടായാലും വലാ യഹ്മിലന്നകും, നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ, ഇസ്തിബ്താ ഒരു റിസ്കിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ താമസം ഉണ്ടായി എന്ന് വരുമ്പോഴേക്ക് അൻതഖുദൂ ബിമഅസിയത്തില്ലാഹ്, ഏത് ഹറാമാണ് ഹലാലാണ് അതൊന്നും നിങ്ങൾക്കറിയില്ല, എങ്ങനെയെങ്കിലും അല്ലാഹനെ ധിക്കരിച്ച് 10 കാശുണ്ടാക്കണം എന്ന് തീരുമാനിച്ച് പുറത്തിറങ്ങിയാലോ അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ചിലപ്പോൾ നമ്മളെ റിസ്കിൽ ചില താമസം പ്രയാസം ഉണ്ടായിന്ന് വരും. പക്ഷേ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാവോ, എങ്ങനെയെങ്കിലും എനിക്ക് 10 കാശുണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഹറാമായ മാർഗത്തിലൂടെ അള്ളാഹനെ ധിക്കരിച്ചു കൊണ്ട് പുറത്തിറങ്ങല്ല.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നല്ലാഹ ലാ യുനാലു മാ ഇൻദഹു ഇല്ലാ ബിതാഅതിഹി. അള്ളാഹിൻ്റെ അടുത്തുള്ളത് കിട്ടണമെങ്കിൽ അള്ളാഹിനെ അനുസരിക്കണം. അള്ളാഹിനെ അനുസരിക്കുന്നതിലല്ലാതെ അള്ളാഹുവിൻ്റെ പക്കലുള്ളത് നേടിയെടുക്കാൻ സാധ്യമല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ. ഇനി ഒരാൾ അള്ളാഹിനെ ധിക്കരിച്ച് മഅസിയത്തിലൂടെ, ഹറാമായ മാർഗത്തിലൂടെ, പലിശയിലൂടെ മറ്റുമൊക്കെ സമ്പാദിച്ചാൽ സഹോദരന്മാരെ അതിനൊരിക്കലും ബറക്കത്തുണ്ടാവുകയില്ല. 100 കിട്ടി എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ അപ്പുറത്തെ വഴികളിലൂടെ 1000 പോയിട്ടുണ്ടാകും. പക്ഷെ ഹലാലായ മാർഗത്തിലൂടെ 10 സമ്പാദിച്ചാൽ 10 നമ്മുടെ കയ്യിലുണ്ടാകും. ഹറാമായ മാർഗത്തിലൂടെയാണെങ്കിൽ നമ്മൾ വിചാരിക്കും കുറേ കിട്ടിയെന്ന്. പല വഴികളിലൂടെയായി അത് നഷ്ടപ്പെട്ടു പോകും, അതിൽ ബറക്കത്തുണ്ടാവുകയില്ല. എല്ലാ സമ്പത്തിലും ഉപജീവനത്തിലും ബറക്കത്തുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. സഹോദരന്മാരെ, നമ്മുടെ ഉപജീവനത്തിൽ ബറക്കത്തുണ്ടാകാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തഖ്വ എന്ന് പറയുന്നത്. അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ തീർച്ചയായും അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. നമ്മുടെ ഉപജീവനം അള്ളാഹു ഏറ്റെടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നോക്കൂ നിങ്ങൾ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. അള്ളാഹിനെ ആരാണോ സൂക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ കൽപ്പനകൾ, അവൻ്റെ വിധികൾ, ഹറാമാണെന്ന് പറഞ്ഞാൽ അതിക്ക് പോകില്ല. ഹലാലായ മാർഗത്തിലൂടെ മാത്രം സമ്പാദിക്കുന്ന ആളുകൾ ഈ രൂപത്തിൽ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും അള്ളാഹിൻ്റെ കൽപ്പനകളെ മുഖവിലക്കെടുത്ത് ജീവിക്കുന്ന ആളുകളാണോ എങ്കിൽ യജ്അൽ ലഹു മഖ്റജ, അവനൊരു തുറവി അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. എന്ന് മാത്രമല്ല വയർസുഖുഹു, അവന് നാം റിസ്ക് നൽകുന്നതാണ്, ഉപജീവനം നൽകും. മിൻ ഹൈസു ലാ യഹ്തസിബ്, അവന് വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു അവന് ഉപജീവനം നൽകിക്കൊണ്ടിരിക്കും. എന്താ കണ്ടീഷൻ? അള്ളാഹിനെ സൂക്ഷിക്കണം. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, വകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബ, തയ്യിബായ നല്ല ഹലാലായ മാർഗത്തിലുള്ള നാം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞു, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. അള്ളാഹിനെ സൂക്ഷിച്ചാൽ സഹോദരന്മാരെ അള്ളാഹ് തരും എന്നാണ്. മറ്റൊരു സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശം ഇഹ്ഫദില്ലാഹ് യഹ്ഫദ്ക എന്നാണ്. നീ അള്ളാഹിനെ സൂക്ഷിച്ചാൽ അള്ളാഹ് നിന്നെ സംരക്ഷിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഉപജീവനത്തിൽ ബറക്കത്തുണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? അള്ളാഹിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സഹോദരന്മാരെ, അള്ളാഹ് നമുക്ക് ഒരുപാട് നിഅമത്തുകൾ ചെയ്തു തന്നിട്ടുണ്ട്, അതിന് ശുക്ർ കാണിക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. അതിനെ സ്തുതിക്കുക, നന്ദിയുള്ള അടിമകളായി ജീവിക്കുക എന്നതാണ്. അള്ളാഹ് പറഞ്ഞു, വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവിത പ്രഖ്യാപിച്ചിരിക്കുന്നു, ലഇൻ ശകർതും, നിങ്ങൾ നന്ദിയുള്ള അടിമകളായി ജീവിച്ചാൽ ലഅസീദന്നകും, ഞാൻ വീണ്ടും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകും. അപ്പോൾ ഉപജീവനം ധാരാളം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മൾ, സമ്പത്ത് കുറേ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നമ്മൾ? എങ്കിൽ സഹോദരന്മാരെ, നന്ദിയുള്ള അടിമകളായി മാറുക. എങ്കിൽ അസീദന്നകും, നാം നിങ്ങൾക്ക് ഏറ്റി നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മറ്റൊരായത്തിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞത് വഷ്കുറു എന്നാണ്. വഷ്കുറു, നിങ്ങൾ നന്ദിയുള്ളവരാകണം. നേരത്തെ പറഞ്ഞു വത്തഖുല്ലാഹ്, അള്ളാഹിനെ സൂക്ഷിക്കണം. ഇവിടെ പറഞ്ഞു വഷ്കുറു, നിങ്ങൾ നന്ദിയുള്ളവരായി മാറണം എന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഉപജീവനത്തിൽ ബറക്കത്തുണ്ടാകാൻ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ് നന്ദിയുള്ളവരായി നമ്മൾ മാറുക എന്നത്. മൂന്നാമത്തത് കുടുംബബന്ധം പുലർത്തുക എന്നതാണ്. നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ജ്യേഷ്ഠനോട്, അനിയനോട്, ഉമ്മയോട്, ഉപ്പയോട്, മൂത്തമ്മയോട്, എളാപ്പയോട് നിസ്സാരമായ വിഷയങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് വർഷങ്ങൾ പിണങ്ങി നിൽക്കുന്ന എത്രയോ ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, തൻ്റെ റിസ്കിൽ വിശാലതയുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന, എന്ന് ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഫല്യസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം പുലർത്തട്ടെ എന്നതാണ്. കൊണ്ട് സഹോദരന്മാരെ, കുടുംബബന്ധം പുലർത്തിയാൽ റിസ്കിൽ വിശാലതയുണ്ടാകും, ബറക്കത്തുണ്ടാകും. നാലാമത്തെ കാര്യം സദഖയാണ്. ധാരാളമായി നൽകിയാൽ തിരിച്ചല്ലാഹു നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഖുദ്സിയ ഒരു ഹദീസിൽ കാണാം, യബ്ന ആദം അൻഫിഖ്, ഓ മനുഷ്യ നീ ചിലവഴിക്കുക, എങ്കിൽ ഉൻഫിഖ് അലൈക്, നിനക്ക് ഞാൻ തരുന്നതാണ്. നീ ബാക്കിയുള്ളവർക്ക് കൊടുത്താൽ
നിനക്ക് ഞാൻ തരും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. അഞ്ചാമത്തെ കാര്യം, എല്ലാ അമലു സ്വാലിഹാത്തും ജീവിതത്തിൽ നല്ല നല്ല സൽക്കർമ്മങ്ങളുണ്ടോ എങ്കിൽ സഹോദരന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉപജീവനം വിശാലമാക്കും. അള്ളാഹ് പറഞ്ഞു, ഫഅമ്മല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഫയുവഫീഹിം ഉജൂറഹും വയസീദുഹും മിൻ ഫദ്ലിഹി. ഈമാനുള്ള ആളുകൾ ആദ്യം ശരിയാക്കേണ്ടത് അതാണ്, ഈമാനാണ്. അതുപോലെ അതിനനുസൃതമായ സൽപ്രവർത്തനങ്ങളുമുണ്ടോ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം പൂർണ്ണമായി നൽകുന്നതോടൊപ്പം വയസീദുഹും മിൻ ഫദ്ലി, അവൻ്റെ ഔദാര്യത്തിൽ നിന്ന്, ഉപജീവനത്തിൽ നിന്ന്, ഖജനാവിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റി നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഉപജീവനത്തിൻ്റെ കാര്യത്തിൽ മനസ്സംഘർഷവും പ്രയാസവും കുടുസ്സതയും അനുഭവിക്കുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു ഉപദേശമുണ്ട്. ഇർള ബിമാ ഖസമല്ലാഹു ലക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയതെന്തോ അതിൽ നീ തൃപ്തി അടയുക എന്നതാണ്. തകുൻ അഗ്നന്നാസ്, എങ്കിൽ ജനങ്ങളിൽ ഏറ്റവും സമ്പന്നതയുള്ള, ഐശ്വര്യമുള്ള, സമാധാനമുള്ള വ്യക്തി നിനക്കായി മാറാൻ സാധിക്കും. പലപ്പോഴും നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നത് അപ്പുറത്തുള്ള ആളുകളിലേക്ക് നോക്കുന്നത് കൊണ്ടാണ്. അയൽവാസിയുടെ വീടൊന്ന് വലുതായാൽ, അദ്ദേഹം ഒരു വാഹനമെടുത്താൽ, അതല്ലെങ്കിൽ അദ്ദേഹം വീടിനൊരു മതിൽ കെട്ടിയാൽ, ഇൻ്റർലോക്ക് ചെയ്താൽ നമ്മുടെ മനസ്സിലൊരു ചൊറിച്ചിലാണ്. എന്തുവാ, നമുക്കത് പറ്റിയില്ലല്ലോ എന്നുള്ളതാണ്. അങ്ങനെയല്ല. ഇർദ ബിമാ ഖസമല്ലാഹു ലക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കെന്താണോ എഴുതി വെച്ചത്, ഭാഗിച്ചു തന്നത്, അതിൽ നീ തൃപ്തി അടയുക. തകുൻ അഗ്നന്നാസ്, എങ്കിൽ ജനങ്ങളുടെ ഏറ്റവും ഐശ്വര്യമുള്ള, സമ്പന്നതയുള്ള, സമാധാനമുള്ള വ്യക്തി നീയായി മാറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 5000 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനായ സഹാബിയാണ്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരുപാട് ഉപദേശങ്ങളിൽ ഒന്നിതാണ്, യാ അബാ ഹുറൈറ കുൻ വരിഅൻ തകുൻ അഅബദൻ നാസ്. നീ വറഉള്ള ആളായി മാറണം. എന്താ വറ എന്ന് പറഞ്ഞാൽ? അതീവ സൂക്ഷ്മത. തഖ്വയേക്കാൾ ഒന്നുകൂടി ഉയർന്ന ദറജയാണത്. അഥവാ ചില ഹലാലായ കാര്യങ്ങൾ പോലും ഒഴിവാക്കും. ഇപ്പോൾ ഹലാലാണ്, കുറച്ചും കൂടി കഴിഞ്ഞാൽ ഹറാം അതിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ട് അതിൽ നിന്ന് മാറി അള്ളാഹുവിനെ അതീവമായി സൂക്ഷിക്കുന്ന വറഉള്ള തകുൻ വരിഅ, വറഉള്ള മുത്തഖിയായി നീ മാറുക. എങ്കിൽ തകുൻ അഅബദന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആബിദ് നിനക്കായി മാറാൻ സാധിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകുൻ ഖനിഅ, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആളായി നീ മാറണം. എങ്കിൽ തകുൻ അഷ്കറന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്ദിയുള്ള ആളായി നീ മാറും. നിനക്കെത്രയാണോ അള്ളാഹു എഴുതി വച്ചത്, അള്ളാഹു ഇതല്ലാതെ തന്നെ ബാക്കിയുള്ള അടിമകളിലേക്കൊക്കെ ഒന്ന് നോക്കിയാൽ, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. അടിയിലുള്ളവരിലേക്ക് നോക്കുക, താഴെയുള്ളവരിലേക്ക് ഇതുപോലും കിട്ടാത്ത എത്രയോ ആളുകൾ ലോകത്തുണ്ട്. ഡ്രെയിനേജുകളുടെ അടിയിൽ, ബ്രിഡ്ജുകൾക്കടിയിൽ കിടന്നിറങ്ങുന്ന, തണുപ്പത്തും വെയിലത്തും ഒന്നും നോക്കാതെ, ഇതൊന്നുമില്ലാതെ ജീവിക്കുന്ന എത്രയോ പാവങ്ങൾ ഇവിടെയുണ്ട്. അവരിലേക്ക് നോക്കുക, എത്രയോ ഞാൻ സമ്പന്നനാണ് എന്ന് മനസ്സിലാക്കുക. ഉള്ളതിൽ തൃപ്തിപ്പെട്ടാൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്ദിയുള്ള അടിമ ആയി നിനക്ക് മാറാൻ സാധിക്കും എന്ന് പറഞ്ഞ് അള്ളാഹുവിന് എഴുതി വെച്ചതാണല്ലോ, അതുകൊണ്ട് ഞാൻ എവിടേക്കും പോണില്ല എന്നാണോ സഹോദരന്മാരെ? അല്ല, മറിച്ച് നമ്മൾ നന്നായി സമ്പാദിക്കണം, കഴിയുന്ന അത്രയും അധ്വാനിക്കണം, ജോലി ചെയ്യണം എന്ന് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ?
ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ, ഈ ഭൂമിയെ നിങ്ങൾക്ക് ജീവിക്കാൻ പാകത്തിൽ നോക്കൂ, ഫംശൂ ഫീ മനാകിബിഹാ, അതിൻ്റെ ഓരങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഭൂമിയിലൂടെ നീ നന്നായി അധ്വാനിക്കണം. വകുലൂ മിൻ റിസ്ഖിഹി, എന്നിട്ട് അല്ലാഹു നിനക്ക് എഴുതി വെച്ച റിസ്കിനെ നീ തേടണം, കഴിക്കണം. വ ഇലൈഹിൻ നുശൂർ, അള്ളാഹുവിങ്കലേക്കാണ് നിനക്ക് മടങ്ങാനുള്ളതെന്ന ബോധം വേണം. അതുകൊണ്ട് ഹലാലായ മാർഗത്തിലൂടെ നീ സമ്പാദിക്കാവോ. അപ്പം സമ്പാദിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. ജുമഅയുടെ ഫള് പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞില്ലേ, ഫൈദാ ഖളയതുമുസ് സ്വലാത ഫദ്കുറുല്ലാഹ. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫൈദാ ഖളയതുമുസ് സ്വലാത ഫൻതശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്. നിസ്കാരം കഴിഞ്ഞാൽ, ജുമുഅ കഴിഞ്ഞാൽ ഭൂമിയിലൂടെ നിങ്ങൾ പോയി അള്ളാഹിൻ്റെ ഫളിനെ തേടണം, അപ്പം അധ്വാനിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഫഅമ്മൽ ഇൻസാൻ ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. അള്ളാഹു കുറച്ച് നിഅമത്ത്, കുറച്ച് സമ്പത്തൊക്കെ കൊടുത്ത മനുഷ്യൻ പറയും ഫയഖൂലു റബ്ബി അക്രമൻ, എൻ്റെ റബ്ബിനെ ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ കുറച്ച് കുടുസാക്കി കൊടുത്താലോ, വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു, അവൻ്റെ റിസ്കിൽ ഒന്നൊരു പ്രയാസം കൊടുത്താൽ അവൻ പറയും ഫയഖൂലു റബ്ബി അഹാനൻ, എൻ്റെ റബ്ബെന്നെ ധിക്കരിച്ചിരിക്കുന്നു, എന്നെ നിന്ദിച്ചിരിക്കുന്നു, എന്താ ഓൽക്കൊക്കെ അത്ര കൊടുത്തു, എന്താ നമ്മുടെ ദൈവം നമുക്ക് ഇങ്ങനെ തരാത്തത് എന്നൊക്കെ പറയും. ഇത് മനുഷ്യനൊരു പൊതു സ്വഭാവമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അത്തരം ആളുകളിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. മറിച്ച് കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് അള്ളാഹു നിനക്ക് ഏറ്റി നൽകും എന്ന് ഖുർആനിൽ പറഞ്ഞ ആ 5 കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തിയാൽ തീർച്ചയായും അള്ളാഹു നമ്മുടെ ഉപജീവനത്തിൽ വിശാലത നൽകും, ബറക്കത്ത് നൽകും. അങ്ങനെ ബറക്കത്ത് നൽകപ്പെടുന്ന നല്ല മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കടം കൊണ്ടും മറ്റു കഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, സഹോദരന്മാരുണ്ട്. അള്ളാഹു എല്ലാവരുടെ പ്രയാസവും നീ എത്രയും പെട്ടെന്ന് നീക്കി കൊടുക്കണമേ. ഒരുപാട് ആളുകൾ രോഗികളായി കഴിയുന്നുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുക്കന്മാർ, ഉസ്താദ്മാർ, നേതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ. അള്ളാഹുവെ, എല്ലാവരുടെ രോഗവും നീ എത്രയും പെട്ടെന്ന് ഷിഫാ നൽകുകയും അവർക്ക് പൂർണ്ണമായ ആഫിയത്ത് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وسلام على المرسلين والحمد لله رب العالمين. قوموا إلى صلاتكم.